ഇന്ത്യയുടെ വിദേശകാര്യ നയം അത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് ഇതിനോടകം തന്നെ പല വേദികളിലും പല രീതിയിൽ അവതരിപ്പിച്ചിട്ട് ജനങ്ങളുടെ അല്ല ലോകത്ത് പലരുടെയും ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ. ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം ഉണ്ടായപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൃത്യമായി അദ്ദേഹം പറഞ്ഞതാണ്. ഇപ്പോൾ ഇന്ത്യ അമേരിക്ക മറ്റൊരു യുദ്ധം, വ്യാപാര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് വശം വെച്ച് കൊടുക്കുന്നില്ല. അമേരിക്കയോട് കൃത്യമായ നിലപാട് ജയശങ്കർ അറിയിച്ചു കഴിഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇതിപ്പോ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇന്ദിരാഗാന്ധിയെ വെല്ലുവിളിച്ച സാഹചര്യത്തെക്കുറിച്ച്, ഇന്ദിരാഗാന്ധി അമേരിക്കയെ വെല്ലുവിളിച്ച സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അതായത് ഇന്ത്യയുമായി ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് നമ്മളൊരു യുദ്ധമുണ്ടായതും, അല്ലെങ്കിൽ അമേരിക്ക അന്ന് അമേരിക്കക്കെതിരെ എടുത്ത നിലപാടുകളെ കുറിച്ചൊക്കെ ശക്തമായ നിലപാടുകളാണ് നമ്മൾ അമേരിക്കക്കെതിരെ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് എടുത്തത്. അതിനുശേഷം ഈ മൻമോഹൻ സിംഗിന്റെ കാലത്താണെങ്കിലും രാജീവ് ഗാന്ധിയുടെ കാലത്താണെങ്കിലും അമേരിക്കയുമായുള്ള ബന്ധം വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് മുന്നോട്ട് പോയത്. നരസിംഹറാവുവിന്റെ കാലത്തും മെച്ചപ്പെട്ടു. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് വലിയ രീതിയിലുള്ള ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമായത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ ഒരു 30 വർഷമായി ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇന്നേ വരെ ഇന്ത്യ കാണിക്കാത്ത അസാമാന്യ ധൈര്യമാണ് ഇന്ത്യ ഇപ്പോൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഇന്ത്യയിൽ കൊണ്ടുവന്ന് റിഫൈനറികളിൽ പ്രോസസ് ചെയ്ത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വിറ്റ് ലാഭമുണ്ടാക്കുന്നു എന്നാണ് ട്രംപും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുമൊക്കെ പറയുന്നത്. ഇതിനെതിരെ അമേരിക്ക വളരെ വലിയ രീതിയിൽ പ്രതികരണങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ആവശ്യത്തിന് മാത്രമല്ല എണ്ണ ഉപയോഗിക്കുന്നത്. അവിടെ നിന്ന് റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങി നമ്മുടെ റിഫൈനറികളിൽ ശുദ്ധീകരിച്ച് പല രൂപങ്ങളിലാക്കി പല രാജ്യങ്ങളിലും ഇന്ത്യ വിൽക്കുന്നു. അതാണ് ഇന്ത്യ എണ്ണ കൊണ്ടുവന്ന് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഈ അമേരിക്ക നമുക്ക് താരിഫ് ഉയർത്തിയതിനു ശേഷം 27-ാം തീയതിയാണ് നമ്മുടെ താരിഫിന്റെ ലാസ്റ്റ് ഡേറ്റ്. അത് കഴിയുമ്പോൾ അത് പ്രാബല്യത്തിൽ വരുമെന്നാണ് പറയുന്നത്. അതിനു മുൻപ് ചർച്ചകൾ നടത്തണമെന്ന് പറയുന്നുണ്ട്. ആ ചർച്ചകളൊക്കെ ഇപ്പോൾ മുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് വിറ്റ് ലാഭമുണ്ടാക്കുന്നു, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിട്ട് റഷ്യക്ക് ആയുധങ്ങൾ വാങ്ങാൻ ലാഭമുണ്ടാക്കി കൊടുക്കുന്നു എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ഇവിടെയാണ് വളരെ ശക്തമായ രീതിയിൽ, രൂക്ഷമായ രീതിയിലും പരോക്ഷവുമായി, അതായത് വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയല്ല, പറയേണ്ടത് കൃത്യമായി പറയുന്ന രീതിയിൽ ജയശങ്കർ കൃത്യമായി പറയുന്നത്, റഷ്യയിൽ നിന്ന് ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത എണ്ണ വാങ്ങി അവ ശുദ്ധീകരിച്ച് ഉയർന്ന വിലയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ വിൽക്കുന്നു എന്ന അമേരിക്കയുടെ ആരോപണത്തെക്കുറിച്ചാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത്. വ്യാപാരത്തോട് എല്ലാ തരത്തിലും അനുകൂല നിലപാടുള്ള അമേരിക്കൻ സർക്കാർ മറ്റു രാജ്യങ്ങൾ വ്യാപാരത്തിലൂടെ പണം ഉണ്ടാക്കുന്നു എന്ന് ആരോപിക്കുന്നത് അപഹാസ്യമാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത എണ്ണയോ ശുദ്ധീകരിച്ച എണ്ണയോ വാങ്ങുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കരുതുന്നവർ അത് വാങ്ങാൻ അവരെ ആരും നിർബന്ധിക്കുന്നുമില്ല. യൂറോപ്പും US-ഉം ഇത്തരം ഇടപാടുകൾ നടത്തുന്നുണ്ട്. എന്നാൽ മറ്റു രാജ്യങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും US-നെ അസ്വസ്ഥമാക്കുന്നു എന്നാണ് ജയശങ്കർ പറഞ്ഞത്. എന്ന് വച്ചാൽ ഇവിടെ ജയശങ്കറിന്റെ വാക്കുകൾ ഒരു ബുള്ളറ്റിനെ പോലെ നമുക്ക് ഉപമിക്കാം. അതായത് പറയേണ്ടത് മിതമായ ഭാഷയിൽ വളരെ വിനയത്തോടു കൂടി കൃത്യമായി പറഞ്ഞു. അമേരിക്കയ്ക്ക് ഇത് ഇഷ്ടമില്ല എങ്കിൽ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ ഞങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങണ്ട, ഞങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല എണ്ണ വാങ്ങാൻ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. നിങ്ങൾ വാങ്ങിയില്ലെങ്കിലും മറ്റ് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ അവർ വാങ്ങിക്കോളും. ഇന്ത്യ ആർക്കും നിർബന്ധിച്ച് എണ്ണ നൽകുന്നില്ല. ഇന്ത്യയോട് ചോദിക്കുമ്പോഴാണ് ഇന്ത്യ അവർക്ക് ശുദ്ധീകരിച്ച എണ്ണകൾ നൽകുന്നത്. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനം ഇനിയും തുടരുക തന്നെ ചെയ്യും. ഇത് കൃത്യമായി ജയശങ്കർ പറയുന്നുണ്ട്. വേണമെങ്കിൽ വാങ്ങിക്കോ, നിങ്ങൾ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? ഈ ഒരു ശൈലി നോക്കിയാൽ തന്നെ നമുക്കൊരു ജയശങ്കറിന്റെ വേറൊരു ലെവലായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എപ്പോഴും മിതഭാഷയിൽ സംസാരിക്കുന്ന ജയശങ്കർ പരോക്ഷമായാണെങ്കിലും പ്രത്യക്ഷത്തിലല്ല എങ്കിലും അമേരിക്കയോട് പറയേണ്ട രീതിയിൽ തന്നെയാണ് പറയുന്നത്. എന്തിനാണ് ഞങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് എണ്ണ വിറ്റ് ലാഭം കൊയ്യുമ്പോൾ അത് അമേരിക്കയെ എത്ര അസ്വസ്ഥമാക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ജയശങ്കർ ചോദിച്ചു വയ്ക്കുന്നത്.
വ്യത്യസ്തമായ രീതിയിലാണ് ട്രംപ് ലോകത്തെ സമീപിക്കുന്നത്. ഇതുപോലെ വിദേശ നയങ്ങൾ പരസ്യവേദിയിൽ പ്രഖ്യാപിക്കുന്ന ഒരു പ്രസിഡന്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നും ജയശങ്കർ പറയുന്നു. അതായത് ട്രംപിന്റെ ഫോറിൻ പോളിസിയാണ് ഇവിടെ പരോക്ഷമായിട്ട് ഇന്ത്യ വിമർശിക്കുന്നത്. ഇത്തരത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശ നയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ലോകത്ത് ഇതിനു മുൻപ് ഒരു അമേരിക്കൻ പ്രസിഡന്റും ഇത്തരത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. ട്രംപ് അങ്ങനെ ചെയ്യുന്നത് എന്നും അത് തെറ്റാണെന്നുള്ള ഒരു ധ്വനിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഉള്ളത്. അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് 25% തീരുവയ്ക്ക് പുറമെ റഷ്യയിൽ നിന്ന് ഇന്ത്യ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ 25% അധിക നികുതി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. 25% അധിക നികുതി ഓഗസ്റ്റ് 27 പ്രാബല്യത്തിൽ വരുമെന്നാണ് അമേരിക്ക പ്രഖ്യാപിക്കുന്നത്. എന്നാൽ യാതൊരു ഭയവുമില്ലാതെയാണ് അമേരിക്കയുടെ താരിഫ് ഭീഷണി ഇന്ത്യ നേരിട്ടിരിക്കുന്നത്. ഈ ജയശങ്കർ സംസാരിച്ചത് ഇന്ത്യയുടെ വാക്കുകളാണ്. നമ്മൾ പറയാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ജയശങ്കറും സംസാരിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഞങ്ങൾ തോറ്റില്ല, പിന്മാറില്ല എന്ന്. അങ്ങനെ തന്നെ അല്ലേ ഇതിനെ കണക്കാക്കേണ്ടത്? അല്ല, അമേരിക്ക ഈ കാര്യത്തിൽ ഏതൊരു രാഷ്ട്രത്തിന്, ഒരു പരമാധികാര രാഷ്ട്രത്തിന് അവിടുത്തെ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം, ഇന്ധന സുരക്ഷിതത്വം ഇതേ കരുതി പെരുമാറാനും വ്യാപാര കരാറുകളിൽ ഏർപ്പെടാനുള്ള പരമാധികാരം അതാത് രാഷ്ട്രങ്ങൾക്കാണുള്ളത്. അതിൽ അമേരിക്ക ഇത്ര അസ്വസ്ഥമാകേണ്ട കാര്യമില്ല. രസകരമായൊരു സംഗതി വേറെന്തെന്നാൽ, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഒരു സമയത്ത്, അതായത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അമേരിക്കയും റഷ്യയുമായിട്ടുള്ള സംഘർഷത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, ഈ ഉപരോധമടക്കമുള്ള കാര്യങ്ങൾ വന്ന സമയത്ത് അന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊന്നും തന്നെ റഷ്യയിൽ നിന്ന് നേരിട്ട് എണ്ണ വാങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അവർക്ക് ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ പ്രവർത്തിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. റഷ്യയിൽ നിന്ന് ഇന്ധനം, അസംസ്കൃത എണ്ണ കൊണ്ടുവന്ന് ഇവിടെ റിഫൈനറികളിൽ സംസ്കരിച്ച് മറ്റു പ്രൊഡക്റ്റുകളായിട്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ പെട്രോൾ, ഡീസൽ അടക്കം, ഗ്രീസ്, ടാർ അടക്കമുള്ള ഉപോൽപ്പന്നങ്ങളടക്കം നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുത്തു. ഏത് സാഹചര്യത്തിലാണ്? ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരിട്ട് റഷ്യയെ സമീപിക്കാൻ സാധിക്കില്ല, ഉപരോധമുള്ളതുകൊണ്ട്. അപ്പൊ ഇതിനെ ഒരു പരിധിവരെ പിന്തുണച്ച, ഒരു പരിധിവരെ അല്ല, വല്ലാണ്ട് പ്രോത്സാഹിപ്പിച്ച രാജ്യമാണ് അമേരിക്ക. കാരണം ഈ റഷ്യയിൽ നിന്നുള്ള ഇന്ധനം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം അത് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ രീതിയിലുള്ള എണ്ണ വിലക്കയറ്റത്തിലേക്ക് നയിക്കും. റഷ്യയിൽ നിന്ന് വാങ്ങാൻ ആളില്ല, അതിൽ അത്രയും സപ്ലൈ കുറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ അന്താരാഷ്ട്ര വില പിടിച്ചു നിർത്താൻ ഇന്ത്യയുടെ ഇടപെടൽ സഹായകരമായി എന്ന് വിലയിരുത്തിയ രാഷ്ട്രമാണ് അമേരിക്ക. അപ്പൊ അത് ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ ഉപരോധം അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാപാര യുദ്ധം തന്നെ പ്രഖ്യാപിച്ചു വന്നേക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഇത്തരം നികുതി ചുമത്തുന്ന ആ ഘട്ടത്തിൽ പോലും റഷ്യയുമായിട്ട് അമേരിക്ക ഇപ്പോഴും വ്യാപാര ഇടപാടുകൾ നടത്തുന്നുണ്ട്. പൂർണ്ണമായും നിലച്ചിട്ടൊന്നുമില്ല. മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോഴും നിർബാധം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയും ചില യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി പൈപ്പ് ലൈൻ വരെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വാസ്തവമാണ്. അതിന്റെ തെളിവുകൾ സഹിതം ഇന്ത്യ പുറത്തു വിട്ടപ്പോഴും അമേരിക്ക കടുംപിടുത്തം പിടിക്കുകയാണ്. അപ്പൊ പിന്നെ അതിനെ വകവെച്ചു കൊടുത്തിട്ട് കാര്യമില്ല. കൃത്യമായി പറയാനുള്ള മുഖത്ത് നോക്കി പറയുക. അതാണ് ഇപ്പൊ ജയശങ്കർ ചെയ്തിരിക്കുന്നത്.